പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ത്യയിലെ തന്നെ മികച്ച 12 ചിത്രങ്ങൾ, അതും 2025. മലയാളത്തിൽ തന്നെ മികച്ച ചിത്രങ്ങൾ ഒത്തിരി ഇറങ്ങിയ കൊല്ലമാണ് 2025. ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച ചിത്രങ്ങളുടെ ഗണത്തിലേക്ക് 4 മലയാള സിനിമ എത്തുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. അത് ഈ കൊല്ലം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലോക ഇന്ത്യ തിരഞ്ഞെടുത്ത 12 ഇന്ത്യൻ ചിത്രങ്ങളിൽ 4 മലയാള ചിത്രങ്ങളുണ്ട്. ആദ്യം 4 സ്ഥാനങ്ങളിൽ അതിൽ അച്ഛനും മകനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ചിത്രം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ലോക തന്നെയാണ്. ഏകദേശം 300 കോടി രൂപയോളം നേടിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷനും ഒക്കെ നേടിയ ചിത്രമാണ്. കല്യാണി പ്രിയദർശൻ, ദുൽഖർ, ടൊവിനോ, നസ്ലിൻ ഇവരുടെയൊക്കെ പ്രകടനം കൊണ്ട് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ ഒരു ചിത്രമാണ് ലോക. ആദ്യത്തെ 300 കോടി എന്നുള്ള ആ കടമ്പ കടന്ന ലോക എന്ന ചിത്രം ഒരു വനിതാ സൂപ്പർ ഹീറോ ആയി വരുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. കല്യാണി പ്രിയദർശൻ്റെ കരിയറിൽ തന്നെ മികച്ച കഥാപാത്രമായി ലോക ചാപ്റ്റർ 1 ചന്ദ്ര മാറി. ഏതായാലും നമ്പർ 1 ആയിട്ട് ഇന്ത്യൻ സിനിമയിലെ മികച്ച 2025 മികച്ച ചിത്രങ്ങളുടെ ഗണത്തിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രണവ് മോഹൻലാൽ അസാമാന്യമായ പ്രതിഭാവിലാസം കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച ചിത്രമാണ് DSRA എന്ന ചിത്രം. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ, പ്രമയുഗം, ഭൂതകാലം എന്ന ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ നമ്മളെ അതിശയിപ്പിച്ച ചിത്രമാണ് DSRA. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ റിലീഫായ ഈ ചിത്രം രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വമ്പൻ കളക്ഷനാണ് ഈ ചിത്രവും നേടിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രണവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായി പ്രണവ് നിറഞ്ഞാടിയ ചിത്രമാണ് DSRA എന്ന ചിത്രം, രാഹുൽ സദാശിവൻ സംവിധാനം. മൂന്നാമത്തെ ചിത്രം അടുത്ത കാലത്ത് റിലീഫായ എക്കോ എന്ന സിനിമയാണ്. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. ആ ടീം തന്നെയാണ് ഈ എക്കോ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നരൻ, സന്ദീപ് പ്രദീപ്, വിനീത്, അശോകൻ എന്നുവേണ്ട ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് തന്ന ഈ എക്കോ എന്ന സിനിമ ഒരു എന്താ പറയുന്നത്, വേറെ ഒരു ടൈപ്പ് കാടിൻ്റെയൊക്കെ കഥ പറഞ്ഞ ഒരു ചിത്രമാണ്. വമ്പൻ കളക്ഷൻ നേടിയ ചിത്രമാണ് എക്കോ. എക്കോ 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4ാം സ്ഥാനത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച ചിത്രം തന്നെയാണ് തുടരും. തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനിലൂടെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവും. പാവം വരില്ല, രൂപം വരില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുമ്പിലേട്ട് എല്ലാം ഉണ്ടടാ മച്ചന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ നിറഞ്ഞാടിയപ്പം തുടരും എന്ന സിനിമ വേറെ ഒരു ലെവൽ പ്രതീതിയായിരുന്നു നമുക്ക് വന്നത്. വമ്പൻ കളക്ഷൻ, ഏകദേശം 250 കോടിയോളം ചിത്രം കളക്ട് ചെയ്ത തുടരും എന്ന ചിത്രമാണ് ഇതിൻ്റെ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ശോഭനയും മോഹൻലാലും കാലത്തിന് ശേഷം ഒന്നിച്ചപ്പോൾ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം മലയാള സിനിമയ്ക്ക് പുതുമയായപ്പോൾ എല്ലാം കൊണ്ടും മികച്ച പ്രകടനം തുടരും എന്ന സിനിമ കാഴ്ചവെച്ചു. തുടരുവാണ് ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത്. ഹോം ബൗണ്ട് എന്ന ഹിന്ദി ചിത്രമാണ് 5ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. സയ്യാര എന്ന ഹിന്ദി ചിത്രം 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 7ാം സ്ഥാനത്തേക്ക് ടൂറിസ്റ്റ് ഫാമിലിയെ പറ്റി പ്രത്യേകം പറയാം. നമ്മുടെ വിജയ് സേതുപതി നായകനായ ഒരു കുഞ്ഞു ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി. തമിഴിൽ നിന്ന് നമ്മളെ അതിശയിപ്പിച്ച ഒരു കുടുംബ ചിത്രം. ഫൈബർ ബോണ്ട എന്ന മറാത്തി ചിത്രമാണ് 8ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് ദ ഗ്രേറ്റ് ഷംസുദ്ദീൻ ഫാമിലി എന്ന ഹിന്ദി ചിത്രമാണ് എത്തിയിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് കാലിദാർ ലാപ്ത എന്ന ഹിന്ദി ചിത്രം. 11ാം സ്ഥാനത്ത് കാന്താര 1 കന്നഡ ചിത്രമാണ്. 12ാം സ്ഥാനത്ത് ബൈഫൺ കാലമാടൻ തന്നെയല്ലേ, ബൈഫൺ കാലമാടൻ എന്ന തമിഴ് ചിത്രമാണ്. ഈ 1-2 ചിത്രം കാന്താര ഒഴിച്ച് ബാക്കി ഒരു ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് നമുക്ക് പറയാനും അറിയില്ല. ഇങ്ങനെ 12 ചിത്രങ്ങൾ
വോഗ് ഇന്ത്യ തിരഞ്ഞെടുത്തപ്പം ഇതിനകത്ത് 4 ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നുണ്ട് എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിലെ ചില ചിത്രങ്ങളെ പറ്റിയൊന്നും നമുക്കറിയില്ല. എന്നാലും ടൂറിസ്റ്റ് ഫാമിലി, അതുപോലെ കാന്താര, ഈ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ തന്നെ മികച്ച കളക്ഷന് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മറാത്തി ചിത്രങ്ങൾ, പിന്നെ ഹിന്ദി ചിത്രങ്ങളൊന്നും തന്നെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. മികച്ച ചിത്രങ്ങളാകും, ഇനിയും ഓരോന്നായിട്ട് കാണണം. ഈ ചിത്രങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും തുറന്നെഴുതുക. ഏതായാലും ഈ ലിസ്റ്റിനകത്ത് നമ്മൾ എടുത്തു നോക്കുമ്പം ഈ 12 ചിത്രങ്ങളിൽ 4 മലയാള ചിത്രങ്ങൾ, ലോക, തുടരും, എക്കോ, DFIRE എന്നീ 4 ചിത്രങ്ങൾ. ഈ 4 ചിത്രങ്ങളും വമ്പൻ വിജയം നേടിയ ചിത്രങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. കാരണം പലപ്പോഴും മികച്ച ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് തിയേറ്ററിൽ വൻ വിജയമാകാതെ പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ലിസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത, അച്ഛനും മോനും, ലാലേട്ടനും പ്രണവ് മോഹൻലാലും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതും സന്തോഷമുള്ളൊരു കാര്യമാണ്. മലയാള സിനിമ 2026 ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.